നമസ്കാരം കൂട്ടുകാരെ, ഞാനൊരു കഥ പറയട്ടെ. ഒരു കഥ. എൻ്റെ കഥയുടെ പേരാണ് വർഗീസ് എന്ന ആണ്. ഒരിക്കൽ ഒരു ഇല്ലത്ത് മഹാഗർഭനായ ഒരു നമ്പൂരി താമസിക്കുന്നു. വലിയ ആനക്കമ്പക്കാരനാവാൻ ആഗ്രഹിക്കും. അഷ്ടിട്ട് തന്നെ വകയില്ലാത്ത നമ്മുടെ നമ്പൂതിരിക്ക് ഒരിക്കൽ ഒരു മുഖം തോന്നി. നല്ല ലക്ഷണം കൊമ്പനാണ് സ്വന്തമാക്കുന്നത്. അമ്പോ, ചില്ലറ മുഖമൊന്നുമല്ലോ. സമുദായത്തിൽ വലിയ വലിയ ഇല്ലങ്ങളൊക്കെ പോയി മുറ്റത്തിൽ ഗജവീരന്മാരെ കണ്ട് അദ്ദേഹം കൊതയോടെ നോക്കുന്നുണ്ട്. അന്നൊക്കെ ഇതുപോ ഒരാളെ സ്വന്തമാക്കണമെന്ന് വെറുതെ പിന്നെ ആ മുഖം വളർന്ന് ആനെ വാങ്ങിയേ തീരുന്ന വാശിയായി. വലിയ ലക്ഷത്തിലെത്താൻ കഠിനമായ പരിശ്രമം വേണമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നമ്പൂതിരി അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന് കുഴി മുഴുവൻ അദ്ദേഹത്തോടെ ചേർന്ന് പ്രയത്നിച്ചു. അങ്ങനെ എല്ലാവരും കൂടി സമ്പാദിച്ചപ്പോൾ എന്നെ നോക്കിയപ്പോഴോ ആനയെ വാങ്ങാനുള്ള പയനായി. അങ്ങനെ നമ്മുടെ വർഗീസ് ആനയായി. ലക്ഷണമൊത്തൊരു കൊമ്പ തന്നെ. അപ്പോഴാണ് നമ്മുടെ കാര്യം ഓർമ്മ. തൻ്റെ ആനയ്ക്കൊരു പേര് വേണമല്ലോ. അല്ല കൂട്ടുകാരെ, നമ്മൾ കേട്ടു ആനപ്പഴിക്ക് കൊച്ചിനീലാണ്ടൻ, കേശവൻ, അർജുനൻ എന്നൊക്കെയല്ലേ. എന്നാലേ എന്താണ് പേരൊന്നും ഏതാവും തന്നെ സഹായിച്ചെന്ന് നല്ല കൂട്ടുകാരനായ വർഗീസിന്റെ പേര് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്പൂരിച്ചനാണ് വർഗീസ് ആനയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അടുത്തൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിരുമ്പത്തെ തിരുമ്പത്തെ സമയപ്പോഴാണ് പൂജാരി ആനനെ കളത്തി വർഗീസ് എന്ന പേര്. ഒരു ക്രിസ്ത്യനാണ്. ആരാണ് ക്രിസ്ത്യനാണ് ക്ഷേത്രത്തിലോട്ട് എത്തിയത്? പൂജാരി കൊണ്ട് വസ്ത്രം നമ്പൂതിരി ആനയും പുറത്താക്കാൻ ശുചീകരിക്കാൻ തീരുമാനം. ഈ സമയത്താണ് സ്കൂൾ വിട്ട് നച്ചും കൂട്ടുകാർ അമൃതത്തിലെത്തി. രംഗം പന്തില് കണ്ട നച്ചു അടുത്ത നാളോടും കാര്യം ചോദിച്ചത്. ഒരു പേരൊന്നും മൃഗം പോലും ചാതിരിക്കപ്പെട്ടോ? എന്നു മുതൽ നാം പശുക്കളെ മൃഗങ്ങളെ ചാതീകരിക്കാൻ തുടങ്ങിയത്? അങ്ങനെയെങ്കിലും പറയും. നമ്മൾ മുറ്റത്ത് വന്നിട്ട് കാക്കകൾ, പൂച്ചകൾ, നായലൊക്കെ ഏത് ജാതിപ്പെട്ടത് ആർക്കൊത്തരല്ലേ? മനുഷ്യരെന്നും പശുനും മൃഗമെന്നുള്ള വേദന ഈശ്വരൻ ചേർത്തു. ബാക്കിയെല്ലാം മനുഷ്യത്തിലാത്ത മനുഷ്യരുടെ ചേരികളാണ്. ഒരു നിമിഷം ഇത്തിരിയുള്ള കുട്ടികൾ മക്കൾക്കൊണ്ട് എല്ലാവരും പകച്ചു നാദി വരച്ചപ്പാട് ഉറഞ്ഞ് തുളർന്നു. നാളെ മുറുകി തിരുമത്തി വർഗീസാടത്തിന് ആനനെ കണ്ണിൽ പൊടിച്ച് നമ്മുടെ ഉത്സവം പൂർവ്വതി കേമു. കൂട്ടുകാരെ, മതമേതായാലും മനസ്സിൽ മനുഷ്യത്തിൽ കായ കിട്ടാതിരുന്നാൽ മതി. നന്ദി, നമസ്കാരം.